ഹലോ സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മുട്ടപ്പുട്ടാണ്. മുട്ടപ്പുട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ വേണ്ടത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ആദ്യം 3 മുട്ട എടുക്കുക. അതിലോട്ട് സവാളയും പച്ചമുളകും വേപ്പിലും ചോപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ മുട്ടയിട്ട് നമുക്ക് ആംപ്ലേറ്റ് ഉണ്ടാക്കണം. പിന്നെ വേണ്ടത് ഒരു പുഴുങ്ങിയ മുട്ടൻ്റെ വെള്ള ഭാഗം 2 പോർഷൻ നമുക്ക് വേണം. ബാക്കിയെല്ലാം പുട്ടിൻ്റെ പൊടിയിലോട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ആംപ്ലേറ്റ് ഉണ്ടാക്കണം. ആംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കസക്കിട്ട് വെക്കണം. ഈ പുട്ടിലിട്ട് ചേർക്കാനുള്ളതാണ് ആ മുട്ട കസക്കി വെച്ചത്. അത് നമ്മൾ പുട്ടുംപൊടിയിലോട്ട് ചേർക്കണം. ഈ പുട്ടുംപൊടിയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് പുട്ടുപൊടിയും കുഴച്ച് വെച്ചതാണ്. അതിലോട്ട് നമ്മൾ ഈ മുട്ട ഉണ്ടാക്കി വെച്ചത് ചേർക്കണം. ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബോയിൽ ചെയ്ത മുട്ടയുടെ മറ്റുള്ള ഭാഗങ്ങളും ഇതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുത്ത് വേണ്ടത് ഒരു പുട്ടും കുറ്റി എടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ തുടർന്ന് കൊണ്ടിരിക്കുക. അപ്പം ആ പുട്ടും കുറ്റി എടുക്കണം. ആ പുട്ടും കുറ്റിയിലേക്ക് നമ്മൾ അടിയിൽ തേങ്ങ ചേർക്കണം. 3 ലെയറാണ് പുട്ടിനുണ്ട്. അതിലത്തെ ഫസ്റ്റിലത്തെ ഒരു ലെയർ ചേർക്കുക. ആ ലെയർ ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്ത ഭാഗം, മുട്ടയുടെ വെളുത്ത ഭാഗത്തിൽ ഒരു ഭാഗം എടുത്ത് നമ്മൾ കുറ്റിയിലോട്ട് ചേർക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഇടുക. പിന്നീട് അടുത്ത 2ാമത്തെ ലെയറും ഇതേമാതിരി ചെയ്യുക. പിന്നെ 3ാമത്തെ ലെയർ ഇടണക്കാട്ട് മുന്നേ ഒരു വൈറ്റ് ഭാഗം എഗ്ഗിൻ്റെ വൈറ്റ് ബാക്കിയുണ്ട്, അതും അതിലോട്ട് ചേർത്ത് ഫില്ല് ചെയ്ത് നമ്മൾ മേലെ തേങ്ങ ഇട്ടിട്ട് ആവി വരാൻ വേണ്ടി പുട്ടുകുളത്തിലോട്ട് വെക്കണം. അതാ ആവി വന്നിട്ടുണ്ട്. നമ്മൾ കാത്തിരുന്നു കൊണ്ട് നമ്മുടെ പുട്ടും കുറ്റിക്ക് ആവി വന്നു. നമ്മൾ സർവീസ് പ്ലേറ്റിലോട്ട് പകർത്താൻ പോകുന്ന സർവീസ് പ്ലേറ്റിൽ നമ്മളൊരു ആംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ആ ആംപ്ലേറ്റിൻ്റെ മേലെയാണ് നമ്മൾ പുട്ട് കുത്തുന്നത്. ഈ ആംപ്ലേറ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പുട്ട് തിന്നാൻ ഒരു കറിയുടെ ഒരു ആവശ്യമില്ല. കറിയോ പപ്പടമോ പഴമോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ആംപ്ലേറ്റും കൂട്ടിയിട്ട് ഈ പുട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് കഴിക്കാം. കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടമാണ്, മുതിർന്നവർക്ക് ഇഷ്ടമാണ്. എല്ലാവരും വീണ്ടും നമ്മൾ ഉണ്ടാക്കി തിന്നും. അങ്ങനെ നിങ്ങൾ കഴിച്ച് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ.